ബ്ലാസ്റ്റേഴ്സിൽ പല പ്രശ്നങ്ങളുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തുടർന്നും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ISL കളിക്കുമോ, പുതിയ മാനേജ്മെൻറ്റും പുതിയ ആൾക്കാരും ഒക്കെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇനിയിപ്പം പരിശീലിപ്പിക്കാൻ പോകുന്നതും ഏറ്റെടുക്കാൻ പോകുന്നതൊക്കെ. അന്നേരം അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമോ, പുതിയ ആൾക്കാർ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തില്ലെങ്കിൽ കളികൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ ആരാധകരും ടീം അംഗങ്ങളും താരങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം അവർ സൈഡിൽ കൂടെ ഒരു വെടി പൊട്ടിക്കുന്ന തരത്തിലൊരു സൈനിങ്സിന് വേണ്ടി, ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടെ ഒരു സൈനിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അത് മറ്റൊരു വിക്ടർ മെസേഗുർ എന്ന് പറയുന്ന ഒരു സ്പെയിൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ താരത്തിന് വേണ്ടി ATK മോഹൻ ബഗാനും രംഗത്തുണ്ട്. അന്നേരം 10 ലക്ഷത്തോളം 12 മില്യണോളം എന്ന് വെച്ചാൽ 12 കോടിയോളം എങ്ങാണ്ട് മാർക്കറ്റ് വാല്യൂ താരത്തിന് ഇപ്പം ഉണ്ട്. അന്നേരം 10 മില്യൺ എങ്ങാണ്ട് രൂപയ്ക്കെങ്ങാണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്നേരം ഇത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. കാരണം ലൂണയും ഈ താരവുമൊക്കെ ഒരു ബോക്സ് കളിക്കുന്ന പ്ലെയറാണ് ഈ ഒരു താരം. അത്യാവശ്യം നല്ലൊരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ കഴിയുന്ന താരവുമാണ്. താരം വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സൈനിങ്സിന് നമുക്ക് സാക്ഷികളാവാം. താരത്തിൻ്റെ ശൈലിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയാം. താരം കൺഫർമേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലായിട്ട് ഒരു പുതിയ മിഡ്ഫീൽഡറിനെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുണ്ട്. ഓക്കെ.